അമേരിക്കയിൽ ഒറ്റയ്ക്ക് അഭയം തേടിയെത്തിയ ആയിരക്കണക്കിന് കുടിയേറ്റ കുട്ടികൾക്ക് നിയമസഹായം നഷ്ടമാകുന്നു. കുട്ടികൾക്ക് നിയമസഹായം നൽകുന്ന ഏജൻസികളുമായുള്ള കരാർ പുതുക്കേണ്ടതില്ലെന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ഈ കുട്ടികൾ കൂട്ടത്തോടെ നാടുകടത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. രക്ഷിതാക്കളില്ലാതെ അമേരിക്കയിലെത്തുന്ന കുട്ടികൾക്ക് നിയമസഹായം നൽകുന്നതിനായി ഫെഡറൽ സർക്കാർ ഏർപ്പെടുത്തിയ കരാറിന്റെ കാലാവധി വെള്ളിയാഴ്ച അവസാനിച്ചു. രാജ്യത്തുടനീളമുള്ള 100ഓളം നിയമസഹായ ഗ്രൂപ്പുകൾക്കാണ് സർക്കാർ ഇതിനായി കരാർ നൽകിയിരുന്നത്. ഏകദേശം 20,000 കുട്ടികൾക്കാണ് ഇതിലൂടെ സഹായം ലഭിച്ചിരുന്നത്. കരാർ അവസാനിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ട്രംപ് ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റതിന്റെ ആദ്യ വർഷം തന്നെ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താനുള്ള നയങ്ങൾ കർശനമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കുട്ടികളെയും ലക്ഷ്യമിടുന്നത്. അവസാനിച്ച കരാർ പ്രകാരം നിയമസഹായ ഗ്രൂപ്പുകൾക്ക് സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രങ്ങളിൽ പ്രവേശിക്കാനും കുട്ടികൾക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും കഴിഞ്ഞിരുന്നു. കൂടാതെ ഇമിഗ്രേഷൻ കോടതി നടപടികളിലെ കുട്ടികളെ നേരിട്ട് പ്രതിനിധീകരിക്കാനും ഇവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ തിങ്കളാഴ്ച മുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ കക്ഷികളെ സന്ദർശിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലോ വ്യക്തതയില്ലെന്ന് സേവനദാതാക്കൾ പറയുന്നു. അടുത്ത ആഴ്ച മുതൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്താകുമെന്ന് യാതൊരു ധാരണയുമില്ലെന്ന് എസ്ട്രല്ല എൽ പാസോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെലിസ ലോപ്പസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കുട്ടികൾക്ക് നിയമസഹായം ലഭിക്കുമോ എന്ന് ഉറപ്പില്ലെന്നും ഈ ചുമതല ഇനി ആരേറ്റെടുക്കുമെന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പടിഞ്ഞാറൻ ടെക്സാസിലെയും ന്യൂ മെക്സിക്കോയിലെയും 243 കുട്ടികൾക്കാണ് ഈ സംഘടന നിലവിൽ നിയമസഹായം നൽകുന്നത്. അഭയകേന്ദ്രങ്ങളിൽ പ്രവേശിക്കാനും പുതുതായി എത്തുന്നവർക്ക് ബോധവൽക്കരണം നൽകാനും കഴിയുന്നത് ദുർബലരായ ഈ വിഭാഗത്തിന് വലിയ ആശ്വാസമായിരുന്നു. കോടതിയിൽ സഹായിക്കാനും സങ്കീർണമായ കുടിയേറ്റ നിയമങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അഭിഭാഷകരില്ലെങ്കിൽ കുട്ടികൾ അവർ പലായനം ചെയ്തെത്തിയ രാജ്യങ്ങളിലേക്ക് തന്നെ നാടുകടത്തപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് സേവനദാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. അഭിഭാഷകരില്ലെങ്കിൽ കുട്ടികളെ എളുപ്പത്തിൽ നാടുകടത്താൻ കഴിയുമെന്നതിനാലാണ് സർക്കാർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മെലിസ ലോപ്പസ് ആരോപിച്ചു. സർക്കാർ സംരക്ഷണയിലുള്ള കുടിയേറ്റ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും കരാർ നടപ്പിലാക്കുന്നതിനും ചുമതലയുള്ള ആരോഗ്യ മാനവ വിഭവശേഷി വകുപ്പ് വെള്ളിയാഴ്ച പ്രതികരിക്കാൻ തയ്യാറായില്ല. വെള്ളിയാഴ്ച രാവിലെ ഹാർ ലിഞ്ചൻ കോടതിയിൽ ഇമിഗ്രേഷൻ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാകാൻ ഡസൻ കണക്കിന് കുട്ടികളാണ് എത്തിയത്. കോടതിയുടെ ലോബിയിൽ കാത്തുനിന്ന കുട്ടികൾ പസിലുകളും കളിപ്പാട്ടങ്ങളും ഉപയോഗിച്ച് കളിക്കുകയും കളറിംഗ് ബുക്കുകളിൽ വരയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 8 വയസ്സുകാരനായ ഒരു കുട്ടി തന്റെ അഭിഭാഷകന്റെ അടുത്തിരുന്ന് കളിക്കുന്ന കാഴ്ചയും കോടതിയിലുണ്ടായിരുന്നു. രക്ഷിതാക്കളില്ലാത്ത അമേരിക്കയിലെത്തിയ ഈ കുട്ടികളുടെ കേസുകൾ ഇപ്പോൾ ഇമിഗ്രേഷൻ കോടതികളുടെ പരിഗണനയിലാണ്. ബഡ്ജറ്റ് ചുരുങ്ങുമ്പോഴും തങ്ങളുടെ കക്ഷികളായ കുട്ടികളെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് സാലി ജോയ്നർ പറഞ്ഞു. അഭിഭാഷകരില്ലെങ്കിൽ കൈക്കുഞ്ഞുങ്ങളും കൗമാരക്കാരും ഉൾപ്പെടെയുള്ള കുടിയേറ്റ കുട്ടികളെ വരും ആഴ്ചകളിൽ നാടുകടത്താൻ ഉത്തരവിട്ടേക്കാമെന്നവർ മുന്നറിയിപ്പ് നൽകി. 3, 4, 5 വർഷമായി തങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ ജീവിക്കുകയും സ്കൂളുകളിൽ പോകുകയും ചെയ്യുന്ന കുട്ടികളാണിവർ. ചിലർക്ക് അമേരിക്കയെ മാത്രമേ അറിയൂ. അവർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവരെ ജയിലിലേക്ക് അയക്കുമെന്നും സാലി ജോയ്നർ ആശങ്ക പ്രകടിപ്പിച്ചു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുടിയേറ്റ കുട്ടികളെ സാധാരണയായി അമേരിക്കൻ സർക്കാരിന്റെ സംരക്ഷണത്തിലാണ് ഏൽപ്പിക്കുന്നത്. 2008 ട്രാഫിക്കിംഗ് വിക്ടിംസ് പ്രൊട്ടക്ഷൻ റീ അതോറൈസേഷൻ ആക്ട് ഉൾപ്പെടെ വിവിധ നിയമ പരിരക്ഷകൾ ഇവർക്ക് ലഭിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.